ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ ശാരദമേ, ഒരു കാര്യമുണ്ട്. ഇന്ന് ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തോളാം. എന്താ അഭിപ്രായം? ഇന്ന് കടയിലെ മൊത്തം കാര്യങ്ങൾ ഞാൻ നോക്കാം. അയ്യോ മോനെ. അതെ, നിങ്ങൾ പെണ്ണുങ്ങൾ രണ്ടുപേരും കൂടി പോയി ശാരദമനെ സഹായിക്കും കേട്ടാ. പരസ്പരം സ്നേഹിച്ചും സഹിച്ചും മനസ്സിലാക്കിയും വേണം പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കാൻ. ഞാനും ഡെയ്സിയും അതിനുള്ള ഒരുക്കത്തിലല്ലേ ആന്റണി? ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടക്കുമ്പോ നമ്മൾ സന്തോഷമായിട്ടല്ലേ ഇരിക്കേണ്ടത്? എന്താ ചടങ്ങ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഡെയ്സി, ഇന്നിപ്പോ ഇവിടെ നമ്മുടെ മനസ്സമ്മതം എന്ന് നടത്തണമെന്നുള്ള തീരുമാനം എടുക്കുക. അതായത് ഉറപ്പിക്കൽ ചടങ്ങാ നടക്കാൻ പോകുന്നത്. അതിന്റെ ആൾക്കാരൊക്കെ ദാ ഇപ്പൊ വരും. യോഹന്നാൻ ഇല്ലേ എലിസമ്മേ? അകത്തുണ്ടച്ചോ. ആ, വരണോ അച്ചോ? വരണം. ആ, വന്നാട്ടച്ചാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കച്ചോ. ആ, ഇരിക്കെ. യോഹന്നാൻ അപ്പോ മകളുടെ മനസ്സമ്മതം അങ്ങ് നടത്താൻ തീരുമാനിച്ചു അല്ലേ? നന്നായി. അതെ അച്ചോ. എന്റെ കസിൻ സൂസന്റെ മകൻ ഈ ഡേവിസ് ആണ് എന്റെ മകള് വിവാഹം കഴിക്കാൻ പോകുന്നത്. ഡേവിസേ, ഡേവിസേ, ദൈവം രൂപകൽപ്പന ചെയ്ത ഒരു പവിത്രമായ ഉടമ്പടിയാണ് വിവാഹം. വിവാഹം മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, മറിച്ച് ദൈവത്തിന്റെ ദിവ്യ രൂപകൽപ്പനയാണ്. ഡേവിസിന് മാത്രം കേൾക്കാനല്ല ഞാൻ ഈ പറയുന്നത്, ഡെയ്സിയും കൂടി കേൾക്കണം. കാരണം ഈ കരാർ നടപ്പിലാക്കുന്നത് നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടിയാണ്. ഇതിന്റെ ഫലം അനുഭവിക്കുന്നതും നിങ്ങൾ രണ്ടുപേരും മാത്രമായിരിക്കും. അത് ദൈവകൃപയാൽ സന്തോഷം നിറഞ്ഞതാകാൻ പ്രാർത്ഥിക്കുക. കർത്താവ് കൂടെ ഉണ്ടാവും. ഫാദർ, എന്റെ ഒരു സംശയ. ചോദിക്കുന്നത് അവിവേകാണെങ്കിൽ ഫാദർ പൊറുക്കണം. മോള് ചോദിക്ക്. ദൈവം രൂപകൽപ്പന ചെയ്ത ഒരു പവിത്രമായ ഉടമ്പടിയാണ് വിവാഹം എന്ന് ഫാദർ പറഞ്ഞല്ലോ. ഇഷ്ടമില്ലാത്ത മനസ്സുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണമെന്ന് ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഫാദർ? ഇല്ലെന്നാ എന്റെ അറിവ്. അപ്പൊ പിന്നെ ഇങ്ങനൊരു ഉറപ്പിക്കൽ ചടങ്ങിന്റെ ആവശ്യമുണ്ടോ ഫാദർ? വിലക്കപ്പെട്ട കനിയായിട്ട് തന്നെ ഇരിക്കുന്നതല്ലേ ഫാദർ നല്ലത്? അതറിഞ്ഞുകൊണ്ട് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് കൊടിയ പാപമല്ലേ ഫാദർ? എന്താ യോഹന്നാനെ മോൾ ഈ പറഞ്ഞിട്ട് പോയത്? അച്ഛൻ തീയതി നിശ്ചയിച്ചു. അവളെ മണവാട്ടിയാക്കി കൊണ്ടു നിർത്തുന്ന കാര്യം ഞങ്ങളേറ്റു.
എടാ രവി, നിനക്ക് ചായ വേണോ? എടാ നിന്നോടാ ചോദിച്ചത് ചായ വേണോന്ന്. ആ എടുത്തോ ശാരദാമേ. ആ ഇവരെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഇതെന്താ രണ്ടുപേരും കൂടി ഈ സമയത്ത്? അതൊക്കെ അമ്മയുടെ മരുമകനോട് എന്നെ ചോദിച്ചാ മതി. ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്താ പറഞ്ഞത് നമുക്ക് ശാരദാമ്മയെ കാണാൻ പോവാന്ന്. ആഹാ, അതെ, എനിക്ക് കാണണമെന്നൊന്നും ഇതിന്നാ. അപ്പൊ പിന്നെ 2 ദിവസം മുന്നേ പറയാൻ പറ്റില്ലല്ലോ. ഉണ്ടോ? ആ അല്ല. ഏയ് ശാരി എന്താ അവിടെ നിന്ന് പറഞ്ഞേ? ഇങ്ങ് വാ, ഇങ്ങ് വാ. എവിടെ? ആ ദേ, ഒരു ചുരിദാറാ. ഞങ്ങളുടെ ഒപ്പം തൃപ്പങ്ങോട്ടേക്ക് യാത്ര വരുന്നുണ്ടെങ്കിൽ ഇതിട്ടോണ്ട് വേണം വരാൻ. ഞാൻ വരുന്ന കാര്യമൊന്നും ആലോചിച്ചിട്ടില്ല. ഏയ് അതിപ്പോ ഇനി ആലോചിക്കാമല്ലോ. ആ ആ കളക്ടർ മാഡം കൊണ്ട് മാറിയേ. ദേ, ഇത് ശാരദാമ്മയ്ക്ക് ഒരു സാരി. ഏയ് വാങ്ങിക്കേ. യാത്രക്ക് എന്തായാലും ശാരദാമ്മ കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഗോപാലേട്ടന് ശാരിക്കൊന്നും വരാൻ പറ്റില്ല മോനെ. 1-2 ദിവസം കട അടച്ചിടാൻ പറ്റില്ലല്ലോ. ഉം. അല്ല, അപ്പൊ ശാലിനിക്കും മക്കൾക്കൊന്നും എടുത്തില്ലേ? എന്റെ അമ്മേ, ഇത് തന്നെ ഞാൻ ഇപ്പഴാ അറിയുന്നത്. ഇത് എപ്പോ പോയി എടുത്തോന്ന് പോലും അറിയില്ല. അതെ, മോള് പോയി 2 പേർക്കും ചായ എടുക്ക്. എന്നിട്ട് കഴിക്കാൻ കൂടെ എന്തെങ്കിലും എടുക്ക്. വാ, അകത്തോട്ട് അതെ അതെ അതെ, ഒരു മിനിറ്റ്. ഈ ചായയും പലഹാരം ഒന്നും വേണ്ട. എനിക്ക് അതിനു പകരേ ശാരദാമ്മയുടെ ആ പഴയ സ്പെഷ്യൽ അവല് നനച്ചില്ലേ, അതുണ്ടാക്കി തരണം. അവല് നനച്ചതോ? ആ, ഈ നെയ്യിലൊക്കെ വറുത്തെടുത്ത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട ഒരു അവല് നനച്ചത്. അതില് സ്പെഷ്യൽ ആയിട്ട് എന്തോ പരിപ്പോ പട്ടണയോ അങ്ങനെ എന്തോ ശാരദാമ്മ ഇടാറില്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെനിക്ക് എന്തോ കഴിക്കാൻ തോന്നുക. അത് ശരി. അപ്പൊ അത് എന്റെ അമ്മയെ കൊണ്ടുണ്ടാക്കി കഴിക്കാനായിരിക്കും ഈ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നതല്ലേ? അതെ ശാരദാമേ, ചായ കിട്ടിയില്ല. ആ എനിക്കും കിട്ടിയില്ല. അയ്യോ, ഞാനത് മറന്നു. ഞാനിപ്പോ വരാം. ആ അതെ ശാരദാമ്മേ, ഒരു കാര്യമുണ്ട്. ഉം. ഇന്ന് ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തോളാം. എന്താ അഭിപ്രായം? ഇന്ന് കടയിലെ മൊത്തം കാര്യങ്ങൾ ഞാൻ നോക്കാം. അയ്യോ മോനെ. അതെ, നിങ്ങൾ പെണ്ണുങ്ങൾ 2 പേരും കൂടി പോയി ശാരദാമ്മനെ സഹായിക്കും കേട്ടാ. ഞാൻ ഇന്ന് ഇവിടുന്ന് പോകുന്നത് ശാരദാമ്മയുടെ സ്പെഷ്യൽ അവില് നനച്ച് കഴിച്ചിട്ടായിരിക്കും.